ഇന്ത്യൻ സിനിമാ ലോകത്തെ ഇതിഹാസ കണ്ണികളെ ആഘോഷിച്ച് ICC കാർണിവൽ സമാപിച്ചു. കാർണിവൽ നഗരിയായ ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകമൊരുക്കിയ ICC ഫിലിം സിറ്റിയിൽ മലയാളത്തിലേതുൾപ്പെടെ പാൻ ഇന്ത്യ താരങ്ങളുടെ കട്ടൌട്ടുകൾ സന്ദർശകരെയും ആരാധകരെയും ആവേശത്തിലാഴ്ത്തി. 2 ദിവസവും വൈകുന്നേരം 5 മണി മുതൽ ഒഴുകിയെത്തിയ സന്ദർശകർ കാർണിവൽ മൈതാനത്തെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ലൈവ് ഗ്രൂപ്പ് ഡാൻസ്, മാജിക് ഷോ, സ്റ്റിൽറ്റ് വാക്കർമാർ, റോമിംഗ് എന്റർടൈൻമെന്റ്മാർ എന്നിവരുടെ പ്രകടനം ആസ്വദിച്ചും കാർണിവലിൽ ഒരുക്കിയ സെൽഫി കേന്ദ്രങ്ങളിൽ നിന്ന് സെൽഫി എടുത്തും ഇന്ത്യൻ റെസ്റ്റോറന്റുകളിൽ നിന്നുള്ള ലൈവ് ഫുഡ് സ്റ്റാളുകളിലെ വിഭവങ്ങൾ രുചിച്ചും കരകൗശല വസ്തുക്കൾ, ആഭരണങ്ങൾ, പരമ്പരാഗത വസ്ത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും നടക്കുന്ന കാർണിവൽ ബസാറിൽ കയറി ഇറങ്ങിയും പ്രവാസികൾക്കായുള്ള ഗവൺമെന്റിന്റെ വിവിധ സേവനങ്ങൾ പരിചയപ്പെടുത്തുന്ന പെവലിയനുകൾ ഉപയോഗപ്പെടുത്തിയും വേദിയിൽ നടക്കുന്ന വിവിധ ഭാഷാ ഗാനങ്ങളെയും വൈവിധ്യമാർന്ന നൃത്തങ്ങളും ആസ്വദിച്ചുകൊണ്ട് കാർണിവൽ അവിസ്മരണീയ അനുഭവമാക്കി. ഇന്ത്യ കലാപ്രദർശനം, ഇന്ത്യയുടെ ആഴത്തിലുള്ള സാംസ്കാരിക പൈതൃകത്തെ അടയാളപ്പെടുത്തുന്ന ഫോട്ടോ പ്രദർശനം സന്ദർശകരെ വിസ്മയഭരിതരാക്കി. 2ാം ദിനം ഇന്ത്യൻ അംബാസിഡർ വിപുൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എംബസി ഉദ്യോഗസ്ഥർ, നയതന്ത്രജ്ഞർ, ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും കമ്മ്യൂണിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെയും സാംസ്കാരിക മന്ത്രാലയത്തിലെയും ഉന്നത ഉദ്യോഗസ്ഥർ, എപെക്സ് ബോഡി ഭാരവാഹികൾ, വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ അനൂപ് ശങ്കറും സംഘവും ഇന്ത്യൻ സിനിമാ ലോകത്തെ സംഗീത കുലപതികൾക്ക് ആദരവർപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ച വിവിധ ഭാഷകളിലുള്ള ഹിറ്റ് ഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീത വിരുന്ന് കാർണിവലിൽ ആസ്വാദക വിസ്മയം തീർത്തു. ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, ജനറൽ സെക്രട്ടറി അബ്രഹാം ജോസഫ്, മറ്റു ഭാരവാഹികൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന പാസേജ് ടു ഇന്ത്യ, ഭാരത് ഉത്സവ് എന്നിവയുടെ തുടർച്ചയായാണ് ഇന്ത്യൻ കാർണിവൽ സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളിലായി 20,000-ഓളം പേരാണ് കാർണിവലിൽ എത്തിയത്.